നമസ്കാരം, എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതം അല്ലെങ്കിൽ കുടുംബ ജീവിതമൊക്കെ തകരാനായിട്ട്, ഇപ്പൊ നിങ്ങൾ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ തകരാനായിട്ട് കാരണക്കാരായ വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സ്പ്രെഡാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത് 9 ഓഫ് പെന്റക്കിൾസ് ആണ്. അതായത് നിങ്ങൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുകയോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത് കണ്ടിട്ട് അസൂയ തോന്നിയിട്ടുള്ള ഒരു സ്ത്രീ ആവാനായിട്ടാണ് സാധ്യത കൂടുതൽ. സ്ത്രീകളുടെ എനർജിയാണ് കൂടുതൽ വരുന്നത്. പുരുഷന്മാരുടെ എനർജി വളരെ കുറവാണ് വരുന്നത്. നിങ്ങളുടെ കുടുംബം തകർത്തതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷകരമായ പ്രണയ ജീവിതം തകർത്തതിൽ ഏറ്റവും കൂടുതൽ പേരുടെയും എനർജിയിൽ സ്ത്രീകളുടെ ഒരു പ്രസൻസ് ആണ്. സ്ത്രീകളുടെ കണ്ണ്, പ്രാർത്ഥന, ഒരു ആഭിചാരം പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവര് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ അവർ മൂലം മറ്റാരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുത്തിയിട്ട് അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്ത്രീയുടെ ഒരു ഐയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സ്ത്രീയുടെ ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ പതിച്ചതാണ് എല്ലാത്തിനും കാരണം. അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സ് അതാണ് പറയുന്നത്. നിങ്ങളോടൊപ്പം വളരെ സന്തോഷകരമായിട്ട് നിങ്ങളുടെ സന്തോഷത്തിലൊക്കെ കൂടിയിരുന്ന വ്യക്തികൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള പല വ്യക്തികളും നിങ്ങളുടെ ഈ ലൈഫിൽ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെയുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ ഈ ലൈഫിൽ നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് അവർക്ക് ലഭ്യമാകാത്ത സംഭവം നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളുടെ സന്തോഷകരമായ പ്രണയ ജീവിതം കണ്ട് അസൂയ തോന്നിയിട്ട് പ്രാർത്ഥനയോ അല്ലെങ്കിൽ ആഭിചാരമോ അല്ലെങ്കിൽ കണ്ണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അതായത് 4 ഓഫ് വാണ്ട് നിങ്ങൾ വളരെ സന്തോഷകരമായ ഒരു പ്രണയ ജീവിതമായിരുന്നു അല്ലെങ്കിൽ കുടുംബ ജീവിതമായിരുന്നു. അത് ഇവരുടെ ആ ഒരു ഡെവിൾ ആയിക്കൊണ്ട് നശിച്ചു പോകാനായിട്ട് സാഹചര്യം വന്നത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നിട്ടാണ്. പിന്നെ നിങ്ങൾ ഒരു സ്വാശ്രയത്വമുള്ള വ്യക്തികളാണെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള വ്യക്തികളായിരുന്നു ഇരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് അതാണ് പറയുന്നത്. 9 ഓഫ് പെന്റക്കിൾസും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥിതിയിൽ അത്യാവശ്യം മെച്ചപ്പെട്ട് ജീവിച്ചിരുന്ന നിങ്ങളിൽ നിന്നിട്ട് പണമായിട്ട് മറ്റു വസ്തുക്കളൊക്കെ ആയിട്ട് കടം വാങ്ങിയിരുന്ന വ്യക്തികളെയും ഈ ഒരു നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്കിലൂടെ നിങ്ങളുടെ ജീവിതം തകർത്തതിന് കാരണമാകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. നിങ്ങളിൽ നിന്നിട്ട് സഹായം പറ്റിയവര്, നിങ്ങൾ നിന്നിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങളിൽ നിന്നിട്ട് സഹായം പറ്റിയവര് നിങ്ങളുടെ കുടുംബജീവിതമോ സന്തോഷകരമായ പ്രണയ ജീവിതമോ കണ്ടിട്ട് അസൂയയോട് കൂടിയിട്ട് നിങ്ങളുടെ ആ ഒരു ജീവിതം തകരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്ത് പോയവര് 6 ഓഫ് സോർട്സ് അതാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് ഒരു കുറച്ചു കാലമൊക്കെ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുറച്ചധികം നാളൊക്കെ നിങ്ങളുടെ കൂടെ നിന്നിരുന്ന വ്യക്തികൾ എന്തെങ്കിലും ചെറിയ സാഹചര്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നിട്ടൊക്കെ അകന്നു പോയ വ്യക്തികളെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെയും ഒരു ഡെവിളായി ആയിരിക്കാം നിങ്ങളുടെ ഈ ലൈഫ് ഇങ്ങനെ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകാനായിട്ട്. നിങ്ങൾ ഈ ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഡിവോഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു ഇങ്ങനെ ഒരു വ്യക്തികളുടെ പ്രഭാവം കൊണ്ടാവാനും സാധ്യതയുണ്ട്. ദ ഫൂൾ നിങ്ങളുടെ മുന്നിൽ വളരെ ഒരു നിഷ്കളങ്കതയും ഒരു വിഡിയെ പോലെ ഒന്നും അറിയാത്ത പോലെ നിങ്ങളുടെ മുന്നിൽ വളരെ നിഷ്കളങ്കത അഭിനയിച്ചിട്ടുള്ള, അതായത് നിഷ്കളങ്കരാണെന്ന് നിങ്ങളെ ബോധിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാവാനും സാധ്യതയുണ്ടെന്നാണ് ദ ഫൂൾ കാർഡ് പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ എപ്പോഴും എല്ലാ കാര്യത്തിലും വളരെ ഇന്നസെന്റ് ആയിട്ട് കാണിക്കുകയും അവരുടെ ഉള്ളിൽ വിഷം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ കാരണമായിട്ടും നിങ്ങളുടെ ലൈഫ് തകർന്നതിന് അതും ഒരു കാരണമാവാനായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട്. 2 ഓഫ് വാണ്ട്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് വളരെയധികം ചിന്തിച്ച് ഒരു തീരുമാനമെടുത്ത വ്യക്തിയായിരിക്കാനും സാധ്യതയുണ്ട്. ഇനി പുരുഷന്മാരെ കുറച്ച് എനർജി കാണുന്നുണ്ട്. ചില പുരുഷന്മാർ കാണുന്നതിൽ ഒരു ഭാഗമൊക്കെ പുരുഷന്മാർ മുഖാന്തിരം നിങ്ങളുടെ ജീവിതം തകർന്നതാവാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം കണ്ടിട്ട് വളരെയധികം ചിന്തിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ ജീവിതം തകർക്കേണ്ടതെന്ന് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ചില വ്യക്തികളിൽ. അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ടും നിങ്ങളുടെ ജീവിതം തകർന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
പിന്നെ നിങ്ങളോട് സ്നേഹം അഭ്യർത്ഥിച്ചു വന്നവര് അത് അവരിൽ നിന്നിട്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് സ്നേഹമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിൽ വന്ന വ്യക്തികളെ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു അസൂയയും അവരുടെ പ്രവൃത്തിയൊക്കെ നിങ്ങളുടെ ഈ പ്രണയ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് വിള്ളൽ വീഴ്ത്താനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അത് നഷ്ടപ്പെടാനും നിങ്ങളുടെ സന്തോഷം സമാധാനമൊക്കെ നഷ്ടപ്പെടാനും അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നിട്ടും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇത് കാണുന്ന ഓരോ വ്യക്തികളുടെയും എനർജിയാണ് ഈ കാണുന്നത്. എല്ലാവരുടെയും എനർജിയിൽ പല വ്യക്തികളുടെ എനർജിയാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് തന്നെ കൃത്യമായിട്ട് കാണാതെ എല്ലാം കാണാൻ നമുക്ക് സാധിക്കുന്നത്. ദി എംപറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഭരിക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ നിങ്ങളെക്കാൾ മുതിർന്ന സ്ഥാനമുള്ള വ്യക്തികൾ, ഇപ്പോൾ ഒരു ഫാമിലി ലൈഫിലാണെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ലേഡി ആണെങ്കിൽ നിങ്ങളെ വിവാഹം കഴിച്ച് കൊണ്ട് ചെന്ന വീട്ടിൽ ഇപ്പോൾ മദർ ഇൻ ലോ, പിന്നെന്താ പറയുക, അവിടുത്തെ സിസ്റ്റർ ഇൻ ലോ, അങ്ങനത്തെയൊക്കെ ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഫാദർ ഇൻ ലോ ആയിരിക്കാം. അങ്ങനെയുള്ള ആളുകളിൽ നിങ്ങളെ ഈ സന്തോഷകരമായ ജീവിതത്തിൽ, കുടുംബത്തിലുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രണയ ജീവിതത്തിലേക്ക് നിങ്ങൾ പരസ്പരം പിരിയാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടാനൊക്കെ ആയിട്ട് കാരണമായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ പ്രവൃത്തിയോ അല്ലെങ്കിൽ ഇടപെടലോ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയോ എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെയും സംഭവിക്കാനുള്ള സാധ്യത ഇതിൽ കാണുന്നുണ്ട്. ദി എംപ്രസ്, അടുത്ത കാർഡ് വന്നിരിക്കുന്നത് എംപ്രസ് ആണ്. അതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് കാണുമ്പോൾ വളരെ നല്ല കുലീനത്വം എല്ലാം തോന്നുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ ജീവിതം തകർക്കാൻ ആ സ്ത്രീയും ഹേതുവായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആ ഒരു വേദനയിൽ നിങ്ങൾ കെടുക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്ന തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് ചുറ്റുമുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രണയ ജീവിതം തകർക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതം തകർക്കാനായിട്ട് കാരണമായിട്ട് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് ഒരുപാട് പേര് കാണുന്നത് കൊണ്ട് തന്നെ പല വ്യക്തികളുടെയും എനർജി ഇവിടെ കയറി വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെയും എനർജി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിലെ സന്തോഷങ്ങളൊക്കെ തല്ലി തകർത്തത്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് ഒരു ഡെവിൾ അയ്യോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ പ്രവൃത്തിയോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ പ്രോബ്ലംസും വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം, സമാധാനപൂർണ്ണമായ ഒരു ജീവിതം യൂണിവേഴ്സ് സമൃദ്ധമായി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.